2025 സെപ്റ്റംബർ 9 ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടിയിട്ട് ഖത്തറിലെ ദോഹയുടെ വിവിധ സ്ഥലങ്ങളിൽ വൻ ആക്രമണങ്ങൾ നടക്കുകയാണ്. വൻ സ്ഫോടനങ്ങൾ സംഭവിക്കുകയാണ്. ഈ സ്ഫോടനങ്ങൾ കേട്ടിട്ട് അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ ബിൽഡിങ്ങുകളൊക്കെ കൊളാപ്സ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്ന് 10 മിനിറ്റിന് ശേഷമാണ് ഇതിൻ്റെ ഉത്തരവാദികൾ തങ്ങളാണ് എന്ന് ഇസ്രായേലി മിലിറ്ററി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കരമാർഗമുള്ള എല്ലാ ആക്രമണങ്ങളും മൊസാദ് കുറെ കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ആക്രമണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും എയർ സ്ട്രൈക്കാണ് അവിടെ നടക്കുന്നത്. എയർ മിസൈൽ സ്ട്രൈക്കാണ് അവിടെ സംഭവിക്കുന്നത്. ഖത്തർ എന്ന് പറഞ്ഞത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഈ സ്വതന്ത്ര രാജ്യത്തിലെ ഒരു നഗരമാണ് ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദോഹയിൽ ഈ ആക്രമണം നടത്തുന്നത്? കാരണം ഖത്തർ ഒരു സ്വതന്ത്ര രാജ്യമാണല്ലോ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ തേർഡ് ലെൻസ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ആക്രമണം അവിടെ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഗാസയിൽ സീസ് ഫയർ ടോക്കിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉള്ള ബിൽഡിങ്ങുകളിലാണ് ഈ ആക്രമണം നടന്നത്. അപ്പോൾ ഈ സീസ് ഫയറിന് ഹമാസിന്റെ നേതാക്കളെ വിളിച്ചത് അമേരിക്കയാണ്. അമേരിക്ക എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ വരിക, അവിടെ നമുക്ക് സംസാരിച്ച് ഒരു ഗാസയിലെ സീസ് ഫയറിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക വിളിച്ചിട്ടാണ് ഇവർ അവിടെ വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 64,000-ഓളം മനുഷ്യർ ഗാസയിൽ മരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും കുഞ്ഞുങ്ങളടക്കം നിരവധി പേര് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള എപ്പോഴും അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിനുള്ള എയ്ഡ്, പിന്നെ മരുന്ന്, ഇതൊക്കെ നിരന്തരമായിട്ട് നിർത്തിവെക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ഗാസ ഇപ്പോഴെന്നല്ല എപ്പോഴും ഉള്ളത്. ഇതിനൊക്കെ ഒരു പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് ഹമാസിന്റെ നേതാക്കൾ ഈ സീസ് ഫയർ ടോക്കിന് വേണ്ടിയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അവർ നിൽക്കുന്ന ബിൽഡിങ്ങുകളിലേക്ക് കൃത്യമായി സ്ഫോടനം നടത്തുകയും അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഏകദേശം 6ഓളം ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായിട്ട് അറിയുന്നു. പിന്നെ ഒരു സെക്യൂരിറ്റി പേഴ്സണലും മരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് എളുപ്പമല്ല വഴി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഖത്തർ വരുന്നത് ഏകദേശം 3000 കിലോമീറ്റർ ചുറ്റിയാണ് ഖത്തറിലേക്ക് എത്തുന്നത്. അതായത് വൺ വേക്ക് വരാൻ തന്നെ അവർക്ക് 3 മണിക്കൂറോളം എടുക്കും. 5 എയർ ജെറ്റുകളാണ് ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത്. ഈ 5 എയർ ജെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഇന്ധനത്തിൻ്റെ ക്ഷമത വളരെ കുറവാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ധനം നൽകാനുള്ള വലിയ ഒരു വിമാനം കൂടി ഇവരൊപ്പം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മൊത്തം 6 വിമാനങ്ങളാണ് ഈ 3000 കിലോമീറ്റർ സഞ്ചരിച്ച് വൺ വേ ഇങ്ങോട്ട് വരുന്നു, ഖത്തറിൽ വരുന്നു. ഖത്തറിൽ വന്ന് ഈ സ്ഫോടനം നടത്തുന്നു, അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു. ഈ മൊത്തം കാര്യം സംഭവിക്കാനും ഏകദേശം 3 മണിക്കൂർ ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്കും, ഖത്തറിൽ നിന്ന് 3 മണിക്കൂർ തിരിച്ച് ഇസ്രായേലിലേക്കും ഉണ്ട്. മൊത്തം 6 മണിക്കൂർ ഈ വിമാനങ്ങൾ വരുന്നതൊന്നും ഒരു റഡാർ സിസ്റ്റവും അല്ലെങ്കിൽ ഒരു അലേർട്ട് സിസ്റ്റവും കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ആക്രമണത്തിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം October 7 ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഈ ഹമാസ് ആക്രമണം നടത്തുകയും ഏകദേശം 1200ഓളം ആൾക്കാർക്ക് മരണം സംഭവിക്കുകയും ഏകദേശം 245 പേരെയോളം അവർ ബന്ദികളാക്കി ഹമാസ് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ 156 പേരോളാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരിൽ 46 പേരോളം മരിച്ചിട്ടുണ്ട്. ഇനി കുറേ പേര് ഇനിയും ബന്ദികളാക്കിയിട്ട് ഹമാസ് കൈവശം വെച്ചിട്ടുണ്ട്. അവരെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. ഈ 2023 ഒക്ടോബർ 7 നടന്ന ഈ സംഭവത്തിന് ശേഷം ഇസ്രായേൽ നടപടികളൊക്കെ വളരെ കടുപ്പിച്ചിട്ടുണ്ട്. ആ കടുപ്പിച്ച നടപടികളുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ദോഹയിലെ സ്ട്രൈക്കായിട്ടും ഇപ്പോൾ ഇറാനിൽ മുന്നേ ഉണ്ടായ സ്ട്രൈക്കായിട്ടും നമ്മൾ കാണുന്നത്. കാരണം ഇറാനിലും ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. ആ സ്ട്രൈക്കിലാണ് ഈ ഹനേയ പോലെയുള്ള ആൾക്കാർ, ഹിസ്ബുള്ളയുടെ നേതാവായ ഹനേയൊക്കെ കൊല്ലപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. അത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ ഇസ്രായേലിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്.
നെതന്യാഹു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പേഴ്സണലായിട്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത്, ഞങ്ങൾ ഈ ടെററിസം ഏത് രീതിക്കും അവസാനിപ്പിക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. ഖത്തറും മറ്റുള്ള സൗദി രാജ്യങ്ങളും എല്ലാം ഈ ഒരു ആക്രമണത്തെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ഫോടനം എവിടെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെ വരും. ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.